ബഹ്റൈനിലേക്ക് വിമാനം കയറാൻ പ്ലാൻ ചെയ്യുന്നവരും ഇവിടെ ഇരുന്ന് പുതിയ ജോലി തേടുന്നവരും കുറച്ചൊന്നുമല്ല. എന്നാൽ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നിയമങ്ങളിൽ കുറച്ച് കണിശതയുള്ള രാജ്യമാണ് ബഹ്റൈൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. പണ്ട് ബഹ്റൈനിൽ തരംഗമായിരുന്ന ഫ്ലെക്സി വീസ ഇപ്പോൾ നിലവിലില്ല. പകരം ലേബർ രജിസ്ട്രേഷൻ സെന്ററുകൾ വഴിയുള്ള സംവിധാനമാണുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും പഴയ രീതിയിലുള്ള വീസ വാഗ്ദാനം ചെയ്താൽ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അംഗീകൃത കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിയമപരമായ പരിരക്ഷ ലഭിക്കൂ. പല പ്രവാസികളെയും വലയ്ക്കുന്ന ഒന്നാണ് അബ്സ്കോണ്ടിങ് അഥവാ ഒളിച്ചോടി എന്ന പരാതി. നിങ്ങൾ പറയാതെ 15 ദിവസമോ അതിൽ കൂടുതലോ ജോലിക്ക് പോകാതിരുന്നാൽ സ്പോൺസർക്ക് പരാതി നൽകാം. പിന്നീട് വീസ റദ്ദാകും. പിടിക്കപ്പെട്ടാൽ നാട് കടത്തപ്പെടും. ഇതിനുള്ള പരിഹാരം സ്പോൺസറുമായി പ്രശ്നമുണ്ടെങ്കിൽ ഒളിച്ചോടാതെ എംബസിയിലോ LMRA ഗ്രീവൻസ് യൂണിറ്റിലോ പരാതി നൽകുക എന്നുള്ളതാണ്. നിയമപരമായി നീങ്ങിയാൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇനി ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഴയ സ്പോൺസറിൽ നിന്നുള്ള NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. നോട്ടീസ് പീരീഡ് കൃത്യമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ഭാവിയിൽ വീസ മാറ്റത്തിന് തടസ്സമായേക്കാം. മറ്റൊരു പ്രധാന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ടു ഗുഡ് ടു ബി ട്രൂ ഓഫറുകളാണ്. അത്തരം തട്ടിപ്പുകൾ ശ്രദ്ധിക്കുക. വീസ അടിക്കുന്നതിന് മുമ്പ് പണം ആവശ്യപ്പെടുന്ന ഏജന്റുമാരെ സൂക്ഷിക്കുക. നിങ്ങളുടെ വീസയുടെ സ്റ്റാറ്റസ് LMRA വെബ്സൈറ്റിലൂടെ സ്വന്തമായി പരിശോധിക്കുക. CPR നമ്പറോ പാസ്പോർട്ട് നമ്പറോ ഉണ്ടെങ്കിൽ ആർക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. നിലവിൽ ബഹ്റൈനിൽ ഹെൽത്ത് കെയർ, IT, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട്. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി പ്രൊഫഷണലായി അപ്ലൈ ചെയ്യുന്നത് വഴി നല്ല കമ്പനികളിൽ ജോലി കണ്ടെത്താം.